നമസ്കാരം. ദ പ്രസ് ആരംഭിക്കുകയാണ്. മാതൃഭൂമി ദിനപത്രത്തിലെ വാർത്തകളിലേക്കാണ് ആദ്യം പോകുന്നത്. ശബരിമല തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തയായി എല്ലാ മാധ്യമങ്ങളും എല്ലാ പത്രങ്ങളും തന്നെ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. മാതൃഭൂമിയിൽ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് ശബരിമലയിലെ തിരക്ക് അത് കൈവിട്ടുപോയി എന്നുള്ള നിലയിലാണ് ആ വാർത്ത. തുടക്കം കഠിനം, നിയന്ത്രണങ്ങൾ പാളി എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ഭക്തസഹസ്രങ്ങൾ ദർശനത്തിനെത്തിയതോടെ ശബരിമലയിൽ പോലീസിൻ്റെ നിയന്ത്രണങ്ങൾ പാളി. ക്യൂ കോംപ്ലക്സ് അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് ഇരുമ്പ് വേലികൾക്കിടയിലൂടെയും മറ്റും ആയിരക്കണക്കിന് ഭക്തർ പല വഴികളിലൂടെ നടപ്പന്തലിലേക്ക് എത്തിയതോടെ സന്നിധാനത്തും പരിസരത്തും വൻ തിരക്കുണ്ടായി. ദർശനം നടത്താനാകാതെ പലരും മടങ്ങുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ ഫലപ്രദമാക്കാൻ വിശ്രമത്തിലുണ്ടായിരുന്നവരും അടക്കം മുഴുവൻ പോലീസുകാരെയും നടപ്പന്തലിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. കൂടുതൽ ഭക്തരെ കടത്തിവിട്ട് ദർശനം ഉറപ്പാക്കാൻ ചൊവ്വാഴ്ച ഉച്ചയോടെ മഹാകാണിക്കയ്ക്ക് സമീപത്തെ വഴിയും തുറന്നു കൊടുക്കുകയും ചെയ്തിരുന്നു. 18-ാം പടി കയറാതെ തന്നെ പലരും ദർശനം നടത്തുകയും ചെയ്തു. ആ തിരക്കിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് വാർത്ത. പല ആളുകളും അവിടെ, ഈ ഭക്തരായിട്ടുള്ള ആളുകൾ അവിടെ കുഴഞ്ഞു വീഴുന്ന പോലും സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തു. നിലയ്ക്കൽ അത് ഓരോ സ്ഥലങ്ങളിലെ സാഹചര്യം പ്രത്യേകമായും അടയാളപ്പെടുത്തി മാതൃഭൂമി ആ വാർത്ത നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ ഭക്തജന പ്രവാഹമായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെ നിലയ്ക്കലിലെ പാർക്കിംഗ് മൈതാനവും നിറഞ്ഞ് കവിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പമ്പയിലും സ്ഥിതി മറ്റൊന്നും തന്നെ ആയിരുന്നില്ല. പമ്പയിലേക്ക് ബസ്സുകളിൽ കൂടുതൽ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതോടെ തിരക്ക് നിയന്ത്രണാതീതമാവുകയും ചെയ്തു എന്നുള്ളതാണ്. സന്നിധാനത്താണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു അവസാനം എന്ന് പറയുന്നത്. അവിടെയാണ് തിരക്ക് എത്രമാത്രം കൂടുന്നത്. പലരും ഈ 18-ാം പടി കയറാതെ ദർശനം നടത്തേണ്ട സാഹചര്യം വന്ന് പലരും ദർശനം നടത്താതെ തിരിച്ചു പോകേണ്ട അവസ്ഥയൊക്കെ തന്നെ വന്നു എന്നുള്ളതാണ് ഇന്നലത്തെ സാഹചര്യമാണ്. ഇന്നലെ ആ ഒരു വലിയ തിരക്ക്, അപ്രതീക്ഷിതമായിട്ടുള്ള തിരക്കാണ് അനുഭവപ്പെട്ടത് എന്നുള്ളതായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായ പ്രതികരണം. എന്തായാലും ഇന്നിപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് രാവിലെ മുതൽ ഉണ്ടാവുന്നത്. മറ്റൊരു വാർത്തയായി നൽകിയിരിക്കുന്നത് വന്യജീവി ആക്രമണം പ്രാദേശിക ദുരന്തം എന്നുള്ള തലക്കെട്ടിൽ വിള നശിച്ചാൽ ഉടൻ സഹായം എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തി കേന്ദ്രം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാതലായിട്ടുള്ള വിവരം. വന്യജീവി ആക്രമണം മൂലമുണ്ടാകുന്ന വിളനാശം ഇനി മുതൽ പ്രാദേശിക ദുരന്തമായി കണക്കാക്കി സഹായധനം അനുവദിക്കാൻ കേന്ദ്രം തീരുമാനമെടുത്തിരിക്കുന്നു. അതാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസം പകരുന്ന ഒരു കാര്യം കൂടിയാണ്. കാട്ടാന ആക്രമണം, പന്നിയുടെ ആക്രമണം, അങ്ങനെ നിരവധിയായിട്ടുള്ള ഈ വന്യജീവി ആക്രമണത്തിൽ കൃഷി നശിക്കുന്ന വാർത്തകൾ പലപ്പോഴും അതൊരു സ്വാഭാവിക വാർത്തയായി, അല്ലെങ്കിൽ നിരന്തരം അത് കേട്ട് നമുക്കതൊരു വലിയ പ്രശ്നമല്ലാതെ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെയും ഈ വിളനാശത്തിന് ഉള്ള പണം അത് ഏതെങ്കിലും വിധേന ലഭിക്കുമോ എന്നറിയാൻ കർഷകർ പലപ്പോഴും ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അതിൽ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തെ തുടർന്ന് വിള നശിച്ചാൽ അതിനെ ഒരു പ്രാദേശിക ദുരന്തമായി തന്നെ കണക്കാക്കി അതിന് ധനസഹായം നൽകാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. സംസ്ഥാനങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതും മാതൃഭൂമി അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിളനാശത്തിന് ഉത്തരവാദികളായിട്ടുള്ള വന്യമൃഗങ്ങൾ ബാധിക്കുന്ന ജില്ലകൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് യൂണിറ്റുകൾ എന്നിവയുടെ പട്ടിക സംസ്ഥാനങ്ങൾ വിജ്ഞാപനം ചെയ്യണം. വിളനാശമുണ്ടായി 72 മണിക്കൂറിനകം വിള ഇൻഷുറൻസ് ആപ്പ് വഴി കർഷകൻ ഈ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും വേണം. ജിയോ ടാഗ് ഫോട്ടോഗ്രാഫുകളും അപ്ലോഡ് ചെയ്യണം. അങ്ങനെ 2-3 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതും മാതൃഭൂമി വളരെ വിശദമായി തന്നെ ആ കാര്യം കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളം നേരത്തെ പ്രഖ്യാപിച്ചു മനുഷ്യ വന്യജീവി സംഘർഷത്തെ കേരളം 2024 മാർച്ചിൽ തന്നെ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വന്യജീവി ആക്രമണം കാരണം ജീവഹാനി ഉണ്ടായാലും പരിക്കേറ്റായാലും നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. വിളനാശത്തിനും പരിഹാരം നൽകി വരുന്നുണ്ട്. എന്നാൽ നഷ്ടപരിഹാരത്തിനായി ഇൻഷുറൻസ് പദ്ധതികൾ നിലവിലില്ല എന്നുള്ളതാണ് അതിനകത്തൊരു ന്യൂനതയായി പറയുന്നത്. അത് എന്തായാലും ഇനിയും അതിലേക്ക് തന്നെ പോകാൻ ഉള്ള തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ കേന്ദ്രം ഇതിലേക്ക്, കേരളത്തിൻ്റെ ആ ഒരു പദ്ധതിയിലേക്ക്, അല്ലെങ്കിൽ കേരളം കാണിച്ച മാതൃകയിലേക്ക് കേന്ദ്രം വരുന്നതിൻ്റെ ഒരു കാഴ്ച കൂടി നമുക്കിതിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. മാതൃഭൂമിയും ആ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഒടുവിൽ PB തിരിച്ചറിഞ്ഞു, PM ശ്രീ വേണ്ട എന്നുള്ള വാർത്ത. മുഖ്യമന്ത്രിയെ തള്ളി കേന്ദ്ര നേതൃത്വം എന്നുള്ളതും അതിനോടൊപ്പം തന്നെ ചേർത്ത്
വെച്ചിട്ടുണ്ട് ഒരു ബുള്ളറ്റ് പോയിൻ്റായി. PM ശ്രീ വിവാദം കെട്ടടങ്ങി ദിവസങ്ങൾക്ക് ശേഷം പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന സർക്കാരിനെ തടഞ്ഞ് CPM പോളിറ്റ് ബ്യൂറോ. കേന്ദ്ര ഫണ്ട് തടഞ്ഞ പശ്ചാത്തലത്തിലാണ് കരാറിൽ ഒപ്പിട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് പോവേണ്ട എന്നാണ് PBയുടെ തീരുമാനം എന്നുള്ളതാണ്. PM ശ്രീ വിവാദം ഉയർന്നപ്പോൾ CPM ആവശ്യപ്പെട്ടിരുന്നു ഈ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ CPI ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഇരു പാർട്ടികളും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാനുള്ള ഇടപെടൽ CPM കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. CPI നിലപാട് കടുപ്പിച്ചതോടെ പദ്ധതിയിൽ നിന്നും പിന്മാറാൻ സർക്കാരും ഒപ്പം തന്നെ CPM കേരളത്തിലെ ഘടകവും തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും അതിലാണ് ഇപ്പോൾ പാർട്ടി കേന്ദ്ര നേതൃത്വം അതിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. PB അതിൽ നിലപാട് പറഞ്ഞിരിക്കുന്നു. PM ശ്രീ വേണ്ട എന്നുള്ള നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആ ഒരു നിലപാടിനെ തള്ളിക്കൊണ്ടുള്ള ഒരു തീരുമാനം PB എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ കൈമാറില്ല എന്നുള്ള വാർത്ത ഒന്നാമത്തെ പേജിൽ നൽകുന്നുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ബംഗ്ലാദേശിന് കൈമാറില്ല. വധശിക്ഷ നിയമവിരുദ്ധമാണ് എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നിലപാട് ഇന്ത്യ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കുറ്റവാളികളെ കൈമാറാൻ നിലവിലുള്ള ഉഭയകക്ഷി കരാർ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ത്യ അംഗീകരിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ കൈമാറേണ്ടതില്ല എന്നുള്ളതാണ് കരാർ വ്യവസ്ഥയുടെ 6-ാം അനുച്ഛേദത്തിൽ വ്യക്തമാക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്രം ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക്, ഒരു നയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിലപാടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഒപ്പം മറ്റൊരു വാർത്ത, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഈ ചെങ്കോട്ടയിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ ഓരോ ദിവസവും അതിൻ്റെ ഓരോ അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഇന്നിപ്പോൾ മാതൃഭൂമി നൽകിയിരിക്കുന്നത് ഇന്നലത്തെ ചാവേർ ആക്രമണത്തെ മഹത്വവൽക്കരിച്ച് ഉമർ ഒരു വീഡിയോ എടുത്തിരുന്നു. അത് ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെയും സജീവമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അത് ഒന്നാമത്തെ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് അതിൽ സ്ഫോടനത്തെ മഹത്വവൽക്കരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വീഡിയോയാണ് അയാൾ എടുത്തിരുന്നത്. അത് അയാൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇനി കാകദൃഷ്ടി, അതായത് മാതൃഭൂമിയുടെ കാർട്ടൂൺ പങ്ക്തിയായിട്ടുള്ള കാകദൃഷ്ടിയിലേക്ക് വന്നാൽ, കോഴിക്കോട്ടെ UDF മേയർ സ്ഥാനാർത്ഥി VM വിനുവിൻ്റെ പേര് 2020 വോട്ടപ്പട്ടികയിലും ഇല്ല എന്നുള്ള ഇന്നലത്തെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയായിരുന്നു. ഇത് VMൻ്റെ കാലമല്ലേ, VM വോട്ട് മോഷണം എന്നുള്ള തരത്തിലാണ് അതിൽ നൽകിയിരിക്കുന്ന ഒരു കുറിപ്പ് എന്ന് പറയുന്നത്. ഉൾപേജുകളിലേക്ക് വന്നാൽ അൽ മക്തൂം വിമാനത്താവളത്തിന് എമിറേറ്റ്സിൻ്റെ 1200 കോടി എന്നുള്ള തലക്കെട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നൽകിയിരിക്കുന്നു. ദുബായ് എയർ ഷോ 150 എയർബസ് വിമാനങ്ങൾക്ക് ഓർഡർ നൽകി ഫ്ലൈ ദുബായ്, 32 എയർബസ് വിമാനങ്ങൾ വാങ്ങാൻ എത്തിഹാദ് എന്നുള്ളതാണ് അതിൽ ബാക്കിയുള്ള ബുള്ളറ്റ് പോയിൻറ്റ്സായി അതിൽ വിവരങ്ങൾ നൽകിയിരിക്കുന്നു. അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനങ്ങൾ മാറ്റുന്നതിന് ധനസഹായം നൽകുമെന്ന് ഉറപ്പിച്ച് എമിറേറ്റ്സ് എയർലൈൻസ് ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുന്നു. വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടക്കുന്ന ദുബായ് എയർ ഷോയുടെ 2ാം ദിനമാണ്. ഈ കാര്യത്തിൽ മറ്റ് തടസ്സങ്ങളില്ലെന്നും ഇതിനായി ഏതാണ്ട് 1000 മുതൽ 1200 കോടി ദിർഹം വരെ നിക്ഷേപിക്കുമെന്നും ഷെയ്ഖ് അഹമ്മദ് അറിയിച്ചത്. 2030 തുടക്കത്തിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനങ്ങളെല്ലാം തന്നെ അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് മാറ്റും. 12,800 കോടി ദിർഹത്തിൻ്റെ പുതിയ പാസഞ്ചർ ടെർമിനൽ പ്രതിവർഷ യാത്രക്കാരുടെ ശേഷി 26 കോടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും വലിയ വിശാലമായിട്ടുള്ള പദ്ധതികൾ തന്നെയാണ് ആവിഷ്കരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ എയർ ഷോയുടെ ഒരു ചിത്രം, വളരെ മനോഹരമായ ചിത്രവും നൽകിയിട്ടുണ്ട്. എയർ ഷോയിൽ ഇന്ത്യയുടെ സൂര്യകിരൺ എയറോബാറ്റിക് ടീമിൻ്റെ ഫ്ലൈ പാസ്റ്റ് ആണ് അതിൽ ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നല്ല ഗംഭീരമായിട്ടുള്ള ചിത്രം തന്നെ നമുക്ക് കാണാൻ കഴിയും.
ഒപ്പം തന്നെ ഈ എയർ ഷോയുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള വാർത്തകളാണ് ഇവിടെ എല്ലാം തന്നെ ഈ രണ്ടാമത്തെ പേജിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ദേശീയ ദിനാഘോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം പുസ്തകമേളയുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്നും നൽകിയിട്ടുണ്ട്. ഈ പുസ്തകമേളയിൽ 14 ലക്ഷത്തിലേറെ പേരാണ് ഇത്തവണ എത്തിയത് എന്നുള്ളതാണ്. 44-ാം ഷാർജ രാജ്യാന്തര പുസ്തകോത്സവ മേള സന്ദർശിച്ചത് 2206 രാജ്യങ്ങളിൽ നിന്നുള്ള 14,730,000 ആളുകൾ. ഇതിൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് കൂടുതലായിട്ട് തന്നെ ഉണ്ടായിരുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമായി തന്നെ, അല്ലെങ്കിൽ ആകർഷകരമായി തന്നെ ആ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ കാർ വ്യാപാര കേന്ദ്രം ദുബായിൽ വരുന്നു എന്നുള്ളൊരു വാർത്ത ഗൾഫ് വർത്തമാനം പേജിൽ മാതൃഭൂമി നൽകുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കാർ വ്യാപാര കേന്ദ്രം ദുബായിൽ ആരംഭിക്കുന്നു. DP വേൾഡിൻ്റെ നേതൃത്വത്തിൽ 2.2 കോടി ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലുള്ള ഓട്ടോ മാർക്കറ്റിംഗ് പദ്ധതിയാണ് ഇത്. അതിൻ്റെ ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഏറ്റെടുത്ത വാർത്തയായിരുന്നു കുറഞ്ഞ ശമ്പള പരിധി ഇനി ബാങ്കുകൾക്ക് തീരുമാനിക്കാം, UAE വ്യക്തിഗത വായ്പകളുമായി ബന്ധപ്പെട്ട വാർത്ത. അത് വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും തരംഗമാവുകയൊക്കെ ചെയ്തതായിരുന്നു. ശമ്പളം 5000 ദിർഹം വേണമെന്നായിരുന്നു നേരത്തെ നിബന്ധന. അത് മാറ്റുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ സാധാരണക്കാരായിട്ടുള്ള കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇത്തരത്തിൽ ലോണുകൾ എടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും സോഷ്യൽ മീഡിയ ഒപ്പം തന്നെ മറ്റ് മാധ്യമങ്ങളൊക്കെ തന്നെ അത് വലിയ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. ആ വാർത്തയും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. നാട്ടിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. അപ്പോൾ നാട്ടംഗം എന്നുള്ള പേരിലാണ് മാതൃഭൂമി അതിൻ്റെ വാർത്തകളൊക്കെ തന്നെയും ആ ഒരു തലക്കെട്ടിലാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഓരോ സ്ഥലത്തെയും പലതരത്തിലുള്ള ഈ പ്രചാരണ പരിപാടികളൊക്കെ തന്നെയും വളരെ രസകരമായും തന്നെ എഴുതിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് അവനേഷിൻ്റെ കളരി എന്നുള്ള തരത്തിൽ ഒരു വാർത്ത നൽകുന്നു. ഒപ്പം തന്നെ VM വിനുവിന് വഴിയടയുന്നു. VM വിനുവിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല എന്നുള്ളതാണ് പുതിയ കണ്ടെത്തൽ. കഴിഞ്ഞ 2020 അദ്ദേഹം വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം പറയുന്നത്. പക്ഷേ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് താൻ വോട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഒരു ആശയക്കുഴപ്പമായി നിൽക്കുന്നത്. ഒപ്പം തന്നെ പിണറായിയുടെ പാട്ടും സതീശൻ്റെ തബലയും AI ആര് പിടിച്ചു കിട്ടും എന്നുള്ളതാണ്. ഈ AI പുതിയ അല്ലെങ്കിൽ AI ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പല വീഡിയോകളും വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. എന്തായാലും അതിന് ആര് തടയിടുമെന്നുള്ളതാണ് അതിലൊരു ചോദ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അൽ ഹലാഫ് സർവകലാശാല ചാൻസലറും സഹോദരനും അറസ്റ്റിൽ എന്നുള്ളത് ഒരു വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നു. പ്രതികളിൽ ഒരാളായിട്ടുള്ള ജാസിർ ബിലാൽ വാനിയെ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു ചിത്രവും അതിൽ നൽകിയിട്ടുണ്ട്. ആക്രമണത്തിന് വേണ്ടി ഡോക്ടർമാരടക്കം 10 പേരെന്നുള്ളതാണ് അതിൽ കണ്ടെത്തലായി നൽകിയിരിക്കുന്നത്. IS വീഡിയോകൾ ഇവർ കണ്ട് അത്തരത്തിലാണ് ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തതും എന്നും മാതൃഭൂമി ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകുന്നു. ബീഹാർ നിതീഷിനൊപ്പം 20 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള വാർത്ത മാതൃഭൂമി വാർത്തകൾ പേജിൽ നൽകിയിരിക്കുന്നു. സ്പീക്കറുടെ കാര്യത്തിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. പ്രധാനമന്ത്രി എന്തായാലും ആ ഒരു പരിപാടിയിൽ ഈ മന്ത്രിസഭ അധികാരമേൽക്കുന്ന ആ ദിവസം പ്രധാനമന്ത്രിയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എഡിറ്റോറിയൽ പേജിലേക്ക്, മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിലേക്ക് വന്ന താറുമാറായ തിരക്ക് നിയന്ത്രണം എന്നുള്ളതാണ്. അത് ശബരിമലയിലെ വിഷയമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ശബരിമല തീർത്ഥാടനം 2 ദിവസം പിന്നിടുമ്പോഴേക്ക് തന്നെ കാനന ക്ഷേത്രത്തിൽ അഭൂതപൂർവമായിട്ടുള്ള ജനത്തിരക്ക് അനുഭവപ്പെട്ടു വരികയാണ്. അപകടകരമായതിനാലാണ് ജനത്തിരക്കെന്ന് ദേവസ്വം ബോർഡ്, അപകടമായ രീതിയിൽ ആണ് ഭക്തജന തിരക്കെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി പറയുകയും ചെയ്തിരുന്നു. മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത കൊണ്ടാണ് തിരക്ക് നിയന്ത്രണാതീതമായതെന്ന് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത് വളരെ വേഗം തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും തിരക്ക് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനങ്ങളൊന്നും തന്നെ ഗൗനിക്കാതെ
പാരവശ്യത്തോടെ അനേകം ആളുകൾ അയ്യപ്പ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യവും ആ എഡിറ്റോറിയലിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഈണമായി വന്ന കാവ്യദേവത എന്നുള്ള തലക്കെട്ടിൽ ഗംഭീരമായിട്ടുള്ളൊരു ലേഖനം അവിടെ ഈ എഡിറ്റോറിയൽ പേജ് തയ്യാറാക്കിയിട്ടുണ്ട്. സലീൽ ചൗധരിക്കുന്ന 100 വയസ്സ് എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികം കൂടിയാണ് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളൊക്കെ ഉൾപ്പെടെ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന് കണക്കാക്കിക്കൊണ്ടാണ് ആ വാർത്ത അല്ലെങ്കിൽ ആ ഒരു ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത്. ഗംഭീരമായി തന്നെ അത് തയ്യാറാക്കിയിട്ടുമുണ്ട്. ISRനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നു. SIR ഡിസംബർ ആദ്യവാരം ഡൽഹിയിൽ റാലി സംഘടിപ്പിക്കാനുള്ളൊരു തീരുമാനമുണ്ട് എന്നുള്ളതാണ് ആ വാർത്തയിൽ നൽകിയിരിക്കുന്ന വാർത്തയും വീക്ഷണവും എന്നുള്ള പേജിലാണ് കാര്യങ്ങളൊക്കെ തന്നെയും ചൂണ്ടിക്കാണിച്ചു. ഒപ്പം തന്നെ യോഗം ബഹിഷ്കരിച്ച് തരൂർ, ഒപ്പം മോദി പ്രശംസയും എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്ത. അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ISRനെതിരെ പോരാടാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇന്ദിരാഭവനിൽ വിളിച്ച യോഗം ബഹിഷ്കരിച്ച് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ എന്നുള്ളതാണ്. ശശി തരൂർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അല്ലെങ്കിൽ കുറേ നാളുകളായി അദ്ദേഹം ഇത്തരത്തിൽ മോദിയെ സ്തുതിക്കുകയും ഒപ്പം തന്നെ കോൺഗ്രസിനെ പഴി പറയുകയും ചെയ്യുന്ന നിലപാടാണ് അദ്ദേഹം പലപ്പോഴും സ്വീകരിച്ചു വന്നിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം മാത്രമാണ് ഇതിനെ കണക്കാക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ തരത്തിൽ നടപടിയെടുക്കാൻ സാധിക്കില്ല കോൺഗ്രസിന് നിലവിൽ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ നിങ്ങൾ നടപടിയെടുക്കൂ എന്നുള്ളൊരു നിലപാട് അദ്ദേഹവും സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. തെരുവുനായ നിയന്ത്രണത്തിന് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ മറ്റു ചില മാർഗങ്ങൾ കൂടി തേടുകയാണ്. തെരുവുനായ നിയന്ത്രണത്തിന് ഡോഗ് പാർക്ക് സാധ്യത തേടി സർക്കാർ ലക്ഷ്യമിടുന്നത് ജനകീയ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതിയാണ് എന്നുള്ളതും ആ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം സ്പോർട്സ് പേജിലേക്ക് വന്നാൽ ജർമ്മൻ ഡച്ച് ടീമുകൾക്ക് ലോകകപ്പ് യോഗ്യത എന്നുള്ള വാർത്ത. ഗോൾ വർഷിച്ച് യോഗ്യർ എന്നുള്ളതാണ്. യൂറോപ്പിൽ ഇന്ന് യോഗ്യത നേടിയവർ ക്രൊയേഷ്യ, ഇംഗ്ലണ്ട്. യൂറോപ്പിൽ നിന്ന് യോഗ്യത നേടിയിട്ടുള്ള ടീമുകളുടെ ലിസ്റ്റാണത്. ക്രൊയേഷ്യ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, നോർവേ, പോർച്ചുഗൽ, ജർമ്മനി, നെതർലൻഡ്. ഈ ടീമുകൾ ലോകകപ്പിന് യോഗ്യത നേടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യ സെമിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള നിർണായകമായിട്ടുള്ള മത്സരത്തിൽ ഒമാനെ അനായാസം കീഴടക്കി ഇന്ത്യ ടീം ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർ ക്രിക്കറ്റിൻ്റെ സെമി ഫൈനൽ കടന്നു. 6 വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ ജയം. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഒമാനെ 6 വിക്കറ്റിന് ഇന്ത്യ തോൽപ്പിക്കുകയായിരുന്നു. ആ വാർത്ത നൽകിയിട്ടുണ്ട്. വളരെ കളർഫുള്ളായിട്ടാണ് ഈ മാതൃഭൂമി അവരുടെ ഈ സ്പോർട്സ് പേജ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പിടിമുറുക്കി കേരളം രഞ്ജി ട്രോഫി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജി ക്രിക്കറ്റിൽ മധ്യപ്രദേശ് 192 പുറത്തായിരുന്നു. കേരളത്തിന് 1-ാം ഇന്നിങ്സിൽ ലീഡ്, 2-ാം ഇന്നിങ്സിൽ 3-ന് 126 എന്നുള്ള നിലയിലാണ് ഉള്ളത്. മികച്ച ലീഡിലേക്ക് തന്നെ കേരളം പോകുന്നു എന്നുള്ളതാണ് ആ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുക. ഒപ്പം തന്നെ ബംഗ്ലാദേശ് മാധ്യമങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു കാര്യം ഹസീന പറയുന്നത് പ്രസിദ്ധീകരിക്കരുത് എന്നുള്ള ഒരു തിട്ടൂരം നൽകിയിരിക്കുന്നു. കഴിഞ്ഞ വർഷമുണ്ടായ ഭരണവിരുദ്ധ വികാരം അടിച്ചമർത്തിയതിൻ്റെ പേര് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവനകൾ പ്രസിദ്ധീകരിക്കുന്നതെന്നും ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ മാധ്യമങ്ങളെ വിലക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. സൗദി കിരീടാവകാശി US-ൽ F-35 നൽകാൻ ട്രംപ് എന്നുള്ള തലക്കെട്ടിൽ വാർത്ത അതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾ സൗദി അറേബ്യയ്ക്ക് നൽകാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനമെടുത്തതായി അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെയായിരുന്നു ആ കൂടിക്കാഴ്ച. ഇന്നും അത് തുടരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ആ വാർത്തയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നു. മാധ്യമം ദിനപത്രത്തിലെ വാർത്തകൾ കൂടി പരിശോധിക്കാം. മാധ്യമത്തിൽ ഒന്നാമത്തെ പേജ് പരസ്യം ആണ്. അതിൽ അകത്തെ പേജിലേക്ക് വന്നാൽ എല്ലാം പാളി എന്നുള്ളതാണ്. ശബരിമല വിഷയം തന്നെയാണ്. ശബരിമലയിൽ പരിധി വിട്ട് തിരക്ക്, ദർശനം സമയം നീട്ടി, കാത്തുനിൽപ്പ് 14 മണിക്കൂർ വരെ, അവശരായി സ്ത്രീകളും കുട്ടികളും തുടങ്ങിയിട്ടുള്ള ആ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഗതികളെല്ലാം തന്നെ അവിടെ ചേർത്ത് നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ തിരക്കിൻ്റെ ഭീകരത മനസ്സിലാക്കുന്ന തരത്തിലേക്കുള്ളൊരു ചിത്രവും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ശബരിമലയിൽ ചൊവ്വാഴ്ച അനുഭവപ്പെട്ട തിരക്ക് എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ അടിക്കുറിപ്പായി നൽകിയിരിക്കുന്നത്. 2 മണിക്കൂർ ഭയാനകമായ സാഹചര്യം, ശബരിമല തിരക്കിൽപ്പെട്ട അവശരായിട്ടുള്ള ഭക്തരുടെ ചിത്രവും അതോടൊപ്പം തന്നെ നൽകുന്നുണ്ട്. ചിലർ പമ്പയിൽ
ക്യൂ നിന്ന് മടങ്ങി എന്നുള്ള കാര്യവും ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട്. ആ തിരക്ക് വലിയ രീതിയിൽ പരിധി വിട്ടു പോകുന്ന തരത്തിൽ തന്നെയാണ്. മാധ്യമം പറയുന്നത് പോലെ തന്നെ ശബരിമലയിൽ പരിധി വിട്ട ഒരു തിരക്ക് തന്നെയാണ്, അഭൂതപൂർവമായിട്ടുള്ള തിരക്കാണ് അനുഭവപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ പോലീസിൻ്റെ സകല നിയന്ത്രണങ്ങളും കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണുകയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ ട്രംപിൻ്റെ ഗസ സമാധാന പദ്ധതിക്ക് UN അംഗീകാരം എന്നുള്ള ഒരു വാർത്ത കാണുന്നു. മാധ്യമത്തിൻ്റെ ഒന്നാമത്തെ പേജ്. അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കും, ഭരണം നടത്താൻ ഇടക്കാല സമാധാന ബോർഡ്. 15 അംഗ സമിതിയിൽ 13 അംഗങ്ങൾ അനുകൂലിച്ചും റഷ്യയും ചൈനയും വിട്ടുനിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വ്യക്തിഗത വായ്പയ്ക്ക് മിനിമം സാലറി വേണ്ട എന്നുള്ള വാർത്ത അത് തന്നെയാണ് ഈ പ്രാദേശിക പേജിൽ, അതായത് UAE രണ്ടാമത്തെ പേജിലേക്ക് നൽകിയിരിക്കുന്നത് ഗൾഫ് മാധ്യമം എന്നുള്ളതാണ്. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാമെന്നും UAE സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ആ വാർത്തയിൽ നൽകുന്നു. ദുബായ് എയർ ഷോ പ്രതിനിധികൾക്ക് പാസ്പോർട്ടിൽ പ്രത്യേക മുദ്ര എന്നുള്ള ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. അതിൽ ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് വാർത്ത നൽകി. ഒപ്പം തന്നെ രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും അതിൻ്റെ വാർത്തകൾ തുടരുന്നുണ്ട്. പുസ്തകോത്സവത്തിൻ്റെ അലയൊലികൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിരവധിയായിട്ടുള്ള പുസ്തകങ്ങളുടെ പ്രകാശനം, കവർ പ്രകാശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഒക്കെ തന്നെയും വാർത്തകൾ ഈ രാജ്യാന്തര പുസ്തകോത്സവം തീർന്നു, അതിനുശേഷവും ഇപ്പോഴും അതിൻ്റെ വാർത്തകൾ തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കാർ വിപണി ദുബായിൽ വരുന്നു എന്നുള്ളത് മാധ്യമവും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ 32 പുതിയ വിമാനങ്ങൾക്ക് ഓർഡർ നൽകി ഇത്തിഹാദ് എന്നുള്ള വാർത്തയും ആ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തദ്ദേശാടനം എന്നുള്ളതാണ് മാധ്യമത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പേജിലേക്ക് അവർ നൽകിയിരിക്കുന്ന തലക്കെട്ട്. വിനുവിന് മത്സരിക്കാനാവില്ല, കോൺഗ്രസിന് തിരിച്ചടി എന്നുള്ള വാർത്ത. മെഡിക്കൽ കോളേജ് സൗത്ത് വാർഡിൽ മത്സരിക്കാനിറങ്ങിയ ബിന്ദുവിൻ്റെ പേരും പട്ടികയിലില്ല എന്നുള്ളൊരു കാര്യവും അതോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നുണ്ട്. പാലക്കാട് BJPയിൽ പൊട്ടിത്തെറി. കൃഷ്ണകുമാറിനെതിരെ നഗരസഭാ അധ്യക്ഷ എന്നുള്ള തന്നെ ഒറ്റപ്പെടുത്തി ക്രൂശിച്ചു. മുതിർന്ന നേതാവ് N ശിവരാജൻ, നടേശൻ, P സാബു എന്നിവരും ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അവിടെ പാലക്കാട് BJPയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളും പിണക്കങ്ങളുമൊക്കെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അതിനെയൊക്കെയും അതെല്ലാം മാധ്യമ സൃഷ്ടി എന്ന നിലയിലായിരുന്നു പാലക്കാട് ജില്ലാ പ്രസിഡൻറ്റിൻ്റെ പ്രതികരണം ഉൾപ്പെടെ വന്നിരുന്നത്. എന്നാൽ ആ വാർത്തകളൊക്കെ തന്നെയും സത്യമായിരുന്നു എന്നുള്ള തലത്തിൽ തന്നെ നമുക്കത് ഈ സംഭവവികാസങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. സ്ഥാനാർത്ഥി നിർണയം പാലക്കാട് കോൺഗ്രസിലും രാജിവെച്ചത് DCC അംഗവും ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും എന്നുള്ള തലക്കെട്ടിലും വാർത്തയുണ്ട്. ഇപ്പം വോട്ട് യന്ത്രങ്ങൾ ട്രാക്ക് സോഫ്റ്റ്വെയർ പ്രവർത്തന സജ്ജം എന്നുള്ളതും വാർത്തയെ തന്നെ നൽകി. വോട്ടെടുപ്പ് ദിവസങ്ങളിൽ അവധി അനുവദിക്കും എന്നുള്ള കാര്യവും ആ വാർത്തയും നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ദിനങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമ്മതിദായകർക്ക് വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് ഡിസംബർ 9, 11 തീയതികളിൽ ബന്ധപ്പെട്ട ജില്ലകളിൽ പൊതു അവധിയും പ്രഖ്യാപിക്കണം എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ വൈഷ്ണ സുരേഷിൻ്റെ പേര് നീക്കിയ നടപടിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ഇന്നാണ് വരാനിരിക്കുന്നത്. തെളിവെടുപ്പിൽ മറുപടി പറയാനാകാതെ കോർപ്പറേഷൻ സെക്രട്ടറി എന്നുള്ള ഒരു പോയിന്റും ആ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. എന്യൂമറേഷനിൽ പ്രതിസന്ധി. BLOമാരെ തരണം, രാഷ്ട്രീയ സഹായം തേടി കമ്മീഷൻ എന്നുള്ളതാണ് ഒരു വാർത്തയായി നൽകിയിരിക്കുന്നത്. BLOമാരുടെ ജോലിഭാരം ഉൾപ്പെടെ വലിയ രീതിയിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും കളക്ടർമാർ അവർക്ക് ഇത്തരത്തിൽ വലിയ രീതിയിൽ സമ്മർദ്ദം കൊടുക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇന്ന് വലിയ രീതിയിൽ ദൃശ്യമാധ്യമങ്ങളിൽ വാർത്തകൾ, ശബ്ദ സന്ദേശം ഉൾപ്പെടെ അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള വാർത്തകളൊക്കെ തന്നെ ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതും ആ കൂടെ തന്നെ പറഞ്ഞു പോകേണ്ടതാണ്. ഹസീനയ്ക്ക് തൂക്കുമരം എന്നുള്ളതാണ് നിലപാട് പേജിൽ അവർ അവരുടെ എഡിറ്റോറിയലായി നൽകിയിരിക്കുന്നത്. താൻ തട്ടിക്കൂട്ടിയ വാർ ക്രൈം ട്രൈബ്യൂണൽ, ലോക മനുഷ്യാവകാശ സംഘടനകളുടെ എതിർപ്പ് തൃണവൽഗണിച്ച് പ്രതിപക്ഷ നേതാക്കളെ വിചാരണ പ്രഹസനം നടത്തി തൂക്കിലേറ്റിയപ്പോൾ ഇങ്ങനെയൊരു തിരിച്ചടി ഹസീന പ്രതീക്ഷിച്ചിരിക്കില്ല എന്നുള്ളതാണ് അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം.
വോട്ട് വാങ്ങലിൽ എത്തിയ തെരഞ്ഞെടുപ്പ് എന്നുള്ള തലക്കെട്ടിൽ ഈ ഒരു ലേഖനവും ആ ഒരു പേജിൽ നിലപാട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മോദിയെ വാഴ്ത്തി പാർട്ടിയെ കുത്തി വീണ്ടും തരൂ എന്നുള്ളതാണ് ഒരു വാർത്തയായി മാധ്യമം നൽകിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ISR യോഗത്തിൽ പങ്കെടുക്കാതെ മോദിയെ വാഴ്ത്തി എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തരൂരിൻ്റെ ചില കുറച്ച് നാളുകളായിട്ടുള്ള ഈ പ്രതികരണം ഇതിന് സമാനമായ രീതിയിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമെന്ന് മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇതിനെ ഏത് നിലയ്ക്കാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് നിലയ്ക്കാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനാണ് കാത്തിരുന്ന് കാണേണ്ടത്. ISRനെതിരെ കോൺഗ്രസ് തെരുവിലേക്ക് എന്നുള്ള വാർത്തയും അതോടൊപ്പം തന്നെ നൽകുന്നുണ്ട്. രഞ്ജി ട്രോഫിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് കായികം പേജിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിരിക്കുന്നത്. ലീഡായി ജയിക്കുമോ? രഞ്ജി ട്രോഫി ഒരു ദിവസം ബാക്കിയിരിക്കെ കേരളം 315 റൺസിന് മുന്നിലാണ്. മധ്യപ്രദേശ് 192 പുറത്തായിരുന്നു. രണ്ടാം ഇന്നിങ്സിൽ കേരളം 226 റൺസ് എടുത്ത് 3 വിക്കറ്റ് നഷ്ടപ്പെട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. എന്തായാലും മികച്ച ഒരു സ്കോർ തന്നെയാണ് ഉള്ളത്. ഇനി ജയം ഏത് വഴിക്ക് വരും എന്നുള്ളതാണ്. ഇതുവരെയും കേരളത്തിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ സീസണിൽ. ലോകകപ്പിന് ജർമ്മൻ ഡച്ച് ടിക്കറ്റ് എന്നുള്ളതാണ് മറ്റൊരു വാർത്തയായി. ലോകകപ്പിലേക്ക് അവർ യോഗ്യത നേടിയതുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത ആ നിലയ്ക്ക് നൽകിയിരിക്കുന്നത്. ഏഷ്യ കപ്പ് യോഗ്യത ബംഗ്ലാദേശിനോട് ഇന്ത്യ തോറ്റു എന്നുള്ളതും വാർത്തയായി തന്നെ നൽകിയിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ വിധിയുമായി ബന്ധപ്പെട്ട് അവിടെ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, സംഘർഷങ്ങളൊക്കെ തന്നെ നടക്കുന്ന സാഹചര്യമുണ്ട്. സുരക്ഷാ വലയത്തിലാണ് ബംഗ്ലാദേശ് എന്ന് ഉള്ള തലക്കെട്ടിൽ അവിടുത്തെ സാഹചര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. സിറാജിലെ വാർത്ത വളരെ വേഗത്തിലൊന്ന് നോക്കിയാൽ, വാഹന ഫിറ്റ്നസ് ഫീസ് 10 ഇരട്ടി വരെ കൂട്ടി, പഴക്കം ഭാരമാകും നീക്കം, കേന്ദ്ര മോട്ടോർ വാഹന ചട്ട ഭേദഗതി പ്രകാരം വർധന ഉടൻ പ്രാബല്യത്തിൽ എന്നുള്ളതാണ്. അത് സിറാജ് ആ ഒരു വാർത്തയാണ് അവരുടെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. ഒപ്പം SARനെതിരെ കേരള സുപ്രീം കോടതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നീട്ടിവെക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതും ഒരു വാർത്തയായി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ദുബായ് എയർ ഷോയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉൾപേജിൽ വളരെ കാര്യമായി തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വ്യക്തിഗത വായ്പയ്ക്ക് കുറഞ്ഞ ശമ്പള പരിധി എടുത്തു മാറ്റി എന്നുള്ള വാർത്തയും നൽകിയിരിക്കുന്നു. സ്വർണ്ണപ്പാളികൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ആ തിരക്കിൻ്റെ വാർത്തകളൊന്നും തന്നെ സിറാജ് നൽകിയിട്ടില്ല എന്നുള്ളതും പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വ്യാജന്മാർ കൈയടക്കിയ ഇന്ത്യൻ വിപണി എന്നുള്ളതാണ് അവരുടെ എഡിറ്റോറിയലായി നൽകിയിരിക്കുന്നത്. വെറും ഒരു വിപണി പ്രശ്നമല്ല, വ്യാജ ഉൽപ്പന്നങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷയം ആയി കാണിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള വാർത്തകൾ ഉൾപേജുകളിൽ നൽകിയിട്ടുണ്ട്. സ്പോർട്സ് പേജിൽ 6 അടിച്ച് ജർമ്മനി എന്നുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ അവിടേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രഞ്ജി ട്രോഫിയുമായി ബന്ധപ്പെട്ട വാർത്തയും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. മാവോയിസ്റ്റ് നേതാവ് മാധ്വി ഹിത്മയെ ഏറ്റുമുട്ടലിൽ വധിച്ചു എന്നുള്ള വാർത്ത ഏറ്റവും പുറകിലത്തെ പേജിൽ വലിയ വാർത്തയായി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ബാക്കിയുള്ള പത്രങ്ങൾ ഒന്നാമത്തെ പേജിൽ ചെറിയ വാർത്തകളായി തന്നെ നൽകിയിട്ടുണ്ട് ഈ സംഭവം എന്നുള്ളതും. ഒപ്പം തന്നെ ചാവേർ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന ഈ ഉമറിൻ്റെ വീഡിയോ പുറത്തു വന്നു എന്നുള്ള വാർത്തയും സിറാജ് നൽകുന്നുണ്ട്. ഇത് പ്രശ്നപൂർണ്ണമാവുകയാണ്. നമസ്കാരം.